നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീടുകളിൽ മിക്കപ്പോഴും തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ് കിണ്ണത്തപ്പം. സാധാ കിണ്ണത്തപ്പത്തിൽ നിന്നും എക്സ്ട്രാ ഡബിൾ സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂ. പോകാം റെസിപ്പിയിലോട്ട്. ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വറുത്ത അരിപ്പൊടി, ഒട്ടും തരിയില്ലാത്ത നൈസായിട്ടുള്ള പൊടി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ പൊടി ഞാനിപ്പോൾ എടുത്ത് മാറ്റുകയാണ്. ഇത് നമുക്ക് കപ്പി കാച്ചി കുറുക്കിയെടുക്കാനാണ്. കിണ്ണത്തപ്പം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ. പൊടി നമുക്ക് സോസ് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടി നന്നായി കുറുക്കിയെടുക്കുക. കപ്പി കാച്ചിയത് ഇവിടെ ഒരു മീഡിയം തിക്നെസ്സോട് കൂടി കുറുകി വന്നിട്ടുണ്ട്. ഒത്തിരി കട്ടിയാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു രീതിക്ക് നിങ്ങൾ കുറുക്കിയെടുത്താൽ മതി. ഇനി ഇതല്പം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ അരിപ്പൊടിയിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടോട് കൂടിയുള്ള പാല് അല്പാൽപമായിട്ട് ഒഴിച്ച് കട്ടിയൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ ഇവിടെ കട്ടയൊന്നുമില്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ഒരു കറക്റ്റ് മധുരം 1/4 കപ്പ് ഇട്ട് കൊടുത്താൽ കിട്ടും. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ കപ്പി കാച്ചിയ മിശ്രിതം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും വിസ്ക് വെച്ചിട്ട് നല്ലപോലെ കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ ഇവിടെ കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. ഒത്തിരി കട്ടിയുള്ള ബാറ്റർ വെച്ചിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കിയാൽ നമുക്ക് ശരിയായി കിട്ടില്ല. ഈ ഒരു രീതിക്ക് നമ്മൾ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. മറ്റൊരു ബൗളിലോട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ബാറ്റർ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്പം തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പോയി കിട്ടാനാണ് ഈ രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. കിണ്ണത്തപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഓരോ കിണ്ണത്തപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കാം. സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിൽ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ പ്ലേറ്റിലോട്ട് കുറച്ച് ബട്ടറോ വെളിച്ചെണ്ണയോ നെയ്യ് എന്ത് വേണമെന്ന് വെച്ചാലും ഒന്ന് തടവി കൊടുക്കുക. നമുക്ക് കിണ്ണത്തപ്പം അടിയിൽ ഒട്ടിപ്പിടിക്കാണ്ട് പെട്ടെന്ന് റിമൂവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ പുരട്ടി കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി കട്ടിയിൽ നമ്മൾ അധികം മാവ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഇഞ്ച് കനത്തിലോ 1/2 ഇഞ്ച് കനത്തിലോ നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ 2 അടപ്പ് വെച്ചിട്ട് പാത്രം മൂടി കൊടുക്കുന്നുണ്ട്. സ്റ്റീം ചെയ്ത വെള്ളം ഡയറക്റ്റ് പ്ലേറ്റിലോട്ട് വീഴാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അതിനുശേഷം ഫ്ലെയിം ലോ ടു മീഡിയത്തിനിടയിലിട്ടിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ആവിയേറ്റിയെടുക്കുക. കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ള കിണ്ണത്തപ്പം ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കുക. ഞാനിവിടെ 2 കിണ്ണത്തപ്പമാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഒന്ന് ജീരകം ചേർത്തിട്ട് ചെയ്തിട്ടുണ്ട്, മറ്റൊന്ന് ഇതേ രീതിയിൽ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ് നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.